അവർ സത്യപ്രതിജ്ഞ ചെയ്ത് വരികയും അധികാരമേൽക്കുകയൊക്കെ ചെയ്ത രംഗങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഈ കേരളം, ഇവിടെ സസ്യസുന്ദര ശ്യാമള കോമളമായ ഈ കേരളത്തിൽ ഇവിടെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് UDF അധികാരത്തിൽ കയറാൻ സാധിക്കാത്തത്? അതെല്ലാവരെയും ഞെട്ടിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്ത വലിയൊരു പ്രശ്നമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം UDF അധികാരത്തിൽ പലതവണ വന്നിട്ടുണ്ട്, ഇവിടെ നല്ല സുന്ദരമായ ഭരണം കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം നല്ലൊരു വിജയം ഉണ്ടാകുകയും പക്ഷേ അധികാരത്തിലേക്ക് വരുന്നതിന് ചില തടസ്സങ്ങൾ നേരിടുകയും ചെയ്യണം. ആരാണ് മുഖ്യമന്ത്രി എന്നെടുത്ത് ചർച്ചകൾ ഇങ്ങനെ അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. ഈ അനിശ്ചിതത്വം നീങ്ങണമെങ്കിൽ ഇവിടെ ഹൈക്കമാൻഡ്, അവർ ഉന്നത ബോഡിയാണ് കോൺഗ്രസിൻ്റെ, പെട്ടെന്ന് തീരുമാനമെടുക്കണം. അല്ലാതെ പക്ഷേ ജനങ്ങളുടെ ഇടയിൽ ആശയക്കുഴപ്പമുണ്ടാവും, ജനങ്ങൾക്ക് പാർട്ടിയോട് വെറുപ്പുണ്ടാവും. ഇതിപ്പോൾ എന്തിനാ ഇപ്പോൾ ബാക്കിയുള്ള ആൾ സംസാരിക്കുന്നത് എന്ന് ചിലപ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾക്ക് തോന്നാം. പക്ഷെ അങ്ങനെയല്ല. ഈ പാർട്ടിനെ സ്നേഹിക്കുന്ന എത്രയോ ആൾ പാർട്ടിൻ്റെ പുറത്തുണ്ട്. ഈ പാർട്ടി വരണമെന്ന് ആഗ്രഹിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഇത് വളരെ പഴക്കം ചെന്ന പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ ഈ പാർട്ടിനോട്, ഈ പാർട്ടിയിൽ അംഗത്വം ഇല്ലാത്ത ആളുകൾക്കും സ്നേഹവും ബന്ധമൊക്കെ ഉണ്ടാവും. അവരൊക്കെ ആഗ്രഹിക്കുന്നത് ഈ പാർട്ടി വളരെ നല്ല ഭരണം കാഴ്ചവെക്കണം, പെട്ടെന്ന് അധികാരത്തിൽ കയറണം. അതുപോലെ തന്നെ ഇവിടെ VD സതീശൻ എന്ന് പറയുന്ന നേതാവ്, അദ്ദേഹത്തിൻ്റെ 5 വർഷത്തെ പെർഫോമൻസ് അത് എല്ലാവരും കണ്ടതാണ്. അദ്ദേഹം പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന് മനോഹരമായി പൊരുതി പോരാടി വിജയിച്ച മനുഷ്യനാണ്. അങ്ങനെ അദ്ദേഹം സീറ്റുകൾ ഇത്ര കിട്ടുമെന്നും അതുപോലെ തന്നെ ഇന്ന ആളുകൾ പരാജയപ്പെടുമെന്നും ഇത്ര ശതമാനം വിജയം ഉണ്ടാവും ഒക്കെ അദ്ദേഹം നേരത്തെ പറഞ്ഞതും പറഞ്ഞതുപോലെ സംഭവിച്ചതും, അതിനുവേണ്ടി അദ്ദേഹം ഹോംവർക്ക് ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് എല്ലാവരെയും അണിനിരത്തി ടീം UDF എന്ന രൂപത്തിൽ കൊണ്ടുവന്നു. ഇതൊക്കെ ചെയ്തിട്ട് അവസാനം അദ്ദേഹത്തിന് അധികാരത്തിൻ്റെ ആ സ്ഥാനത്തേക്ക് ഉയർത്താൻ ഹൈക്കമാൻഡ് തീരുമാനമെടുത്തിട്ടില്ലെങ്കിൽ അതിവിടെ എന്താണ് ഉണ്ടാക്കുക, അതിൻ്റെ പ്രത്യാഘാതവും പരിണിതഫലം എന്താകുന്നു നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. കാരണം ജനങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന അദ്ദേഹം അധികാരത്തിൽ വരണം, അദ്ദേഹം ഇവിടെ മുഖ്യമന്ത്രിയാണെന്നാണ്. അതിൻ്റെ ഇടയിൽ KC വേണുഗോപാൽ മോശമല്ലാത്ത നേതാവാണ് അദ്ദേഹം കേന്ദ്രത്തിൽ ഹൈക്കമാൻഡിൽ മറ്റൊക്കെ അദ്ദേഹത്തിൻ്റെ വളരെ നല്ല സ്വാധീനമുണ്ട്, ശക്തിയുണ്ട്. പക്ഷേ ഈയൊരു ഘട്ടത്തിൽ അദ്ദേഹം പാർലമെൻറ്റ് മെമ്പറും കൂടിയാണ്. അദ്ദേഹം ആ സ്ഥാനം ഒഴിവാക്കിയിട്ട് വേണം ഇവിടെ മുഖ്യമന്ത്രിയാകാൻ. മാത്രമല്ല 6 മാസത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം ഇവിടെ വേറെ ആരെങ്കിലും രാജിവെച്ച ആ സ്ഥാനത്ത് മത്സരിച്ച് കയറണം. ഇതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിലേക്കൊന്നും പോകാതെ ഇവിടെ ജയിച്ച ആളുകൾ അധികാരത്തിൽ വരട്ടെ എന്ന് പറഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്യേണ്ടത്. സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹം മുമ്പ് രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് വന്നിരുന്നു എന്നാണ് കേട്ടത്. അങ്ങനെ രാജസ്ഥാനിൽ നിന്ന് വന്നിട്ട് രാജ്യസഭയിലുണ്ടായിരിക്കെ രാജിവെച്ച് അദ്ദേഹം പാർലമെൻറ്റിലേക്ക് മത്സരിച്ചു. അപ്പോൾ ആ രാജസ്ഥാനിലൂടെ വന്ന ആ സീറ്റ് പോയി ആ സ്ഥാനത്ത് വേറെ ഏതോ പാർട്ടി വന്നു. ഇതൊക്കെ നമുക്ക് അതിനെക്കുറിച്ചൊന്നും വിശകലനം ചെയ്തിട്ട് സമയം കളയാൻ സമയമില്ലെങ്കിലും പക്ഷെ അതൊക്കെ ഇവിടെ എന്താണ് നമുക്ക് അറിയിച്ചു തരുന്നതെന്നുള്ളത് വലിയ ആലോചിക്കേണ്ട വിഷയമാണ്. ഏതായാലും അങ്ങനെയൊന്നും പോകാതെ ജനങ്ങൾ ആഗ്രഹിക്കും പോലെ KC വേണുഗോപാൽ തൽക്കാലം മാറി നിന്ന് അദ്ദേഹം കേന്ദ്രത്തിൽ ശക്തമായി ഇടപെട്ട് അവിടെ നല്ലൊരു ഭരണം തിരിച്ചു കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങളും പ്രവർത്തനങ്ങളും നടത്തിയിരുന്നുവെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ തൽക്കാലം അദ്ദേഹം ഇങ്ങോട്ട് വരാതെ അവിടെ നന്നായിട്ട് പരിശ്രമിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. ഇവിടെ പിന്നീട് വേണമെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ അധികാരത്തിൽ മുഖ്യമന്ത്രിയായിട്ട് വരികയും ചെയ്യാം. പക്ഷേ ഇപ്പോൾ VD സതീശന് അധികാര പട്ടം നൽകലായിരിക്കും നല്ലത്, മുഖ്യമന്ത്രി പദം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്
ഒരു പരമാർത്ഥമാണ്, യാഥാർത്ഥ്യമാണ്.